Good afternoon, everyone. Good afternoon, ma'am. Good afternoon. Yeah. Good afternoon. Start yata. Start with prayer, today, and sign. Prayer. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. It's so high, we can get or it's so deep. We can get under it so wide. We can get around it. Oh, wonderful love. Good, af- Good afternoon, everyone. We are very happy to see you all together here. Thank you all for joining us here today at this class. I would like to a warm welcome to our respected Ashwati Miss and all my friends. Thank you. Okay. Then, how are you all? Let's go show. ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയിരിക്കണം എല്ലാവരും? എന്താണ് ഭയങ്കര സൈലന്റ് ആണോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി? സംസാരിക്കൂ. ചോദിച്ചാലും വേണ്ടില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? സിമ്പിൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയോ? പറയൂ. റൂൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മിസ് മലയാളത്തിൽ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിപ്പിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. എഴുതിച്ചു കഴിഞ്ഞോ? 3-4 സെന്റൻസ് എഴുതിച്ചു. അത്രേ ഉള്ളോ? പറഞ്ഞു പോയല്ലോ. കുഴപ്പമില്ല, ലാസ്റ്റ് ഒരുമിച്ച് ചെയ്താ നമുക്ക്. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആയല്ലോ. സ്ട്രക്ചേഴ്സ് ആണെങ്കിലും അതൊക്കെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം നിങ്ങൾ ചെയ്തു, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചത് പോസിറ്റീവ്സ് ആണ് അല്ലെ? അതായത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. കാരണം ചെയ്യുന്നു, നെഗറ്റീവ്സ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെന്റൻസിനെ തന്നെ നമ്മൾ നെഗറ്റീവ് ആക്കാം അല്ലെ? നെഗറ്റീവ് സെന്റൻസ്, അതുപോലെ ക്വസ്റ്റ്യൻസും ചോദിക്കണം. ഇപ്പൊ നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം ഇനി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ്. ഫസ്റ്റ് ഐ പ്ലേ എഴുതും. നോട്ട്ബുക്ക് എടുക്കുക, ഞാൻ പറയുന്നത് എഴുതാം കേട്ടോ. ഐ പ്ലേ ക്രിക്കറ്റ്. ഐ പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. അതാണ് എന്റെ മലയാളം. അതാണ് പോസിറ്റീവ്, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അതാണ് എന്റെ മലയാളം. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇനി നെഗറ്റീവ് എന്താണ്? മലയാളത്തിൽ പറയൂ, നെഗറ്റീവ് എന്താണ്? മലയാളം പറയൂ. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. നെഗറ്റീവ് എന്താ? ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. അപ്പൊ എങ്ങനെ നെഗറ്റീവ് ആക്കുന്നോള്? എഴുതണ്ട കേട്ടോ, പറഞ്ഞാ മതിയേ, എഴുതണ്ട. നെഗറ്റീവ് എങ്ങനെയാക്കാം? ഐ ഡോണ്ട് ക്രിക്കറ്റ്. I don't play cricket. I don't play cricket. ഓക്കെ, എന്തുകൊണ്ട് വന്നു? ചെയ്യുന്നത് ചെയ്യുന്നത് കൊണ്ട് വന്നു. അങ്ങനെ
ഐ പ്ലൂറൽ ആയതുകൊണ്ട് ഐ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഐ. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഡു യൂസ് ചെയ്യാം. ദേ, You. യു പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആയിരിക്കും. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡു യൂസ് ചെയ്യണം. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് കൂടെ എന്താണ് ഡു യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഐ ഡോണ്ട് പ്ലേ. ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡു ഉണ്ട്. ഐ ഡു പ്ലേ ക്രിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെയും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എഴുതിക്കോളൂ കേട്ടോ. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. ഡു നോട്ട് എന്ന് എഴുതണ്ട, ഡോണ്ട് എഴുതാം. ഷോർട്ട് ഫോം മതി. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. അപ്പോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും കിട്ടി, നെഗറ്റീവും കിട്ടി അല്ലെ. ഇനി ചോദിക്കേണ്ടത് എന്താണ്? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? എന്താണ്? ഡു യു പ്ലേ Cricket. ഡു യു പ്ലേ ക്രിക്കറ്റ്? നീ ക്രിക്കറ്റ് കളിക്കുകയാണോ? ഡു യു പ്ലേ ക്രിക്കറ്റ് അല്ലെ. ഡു ആദ്യം പറഞ്ഞ ഐ എന്താകും? യു ആയിട്ട് മാറും. അത് അങ്ങനെയല്ലേ. ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ചോദിക്കാം ഡു ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിച്ചോണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. ഡു ഐ പ്ലേ ക്രിക്കറ്റ്? ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണോ? അത് എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു മണ്ടൻ ചോദ്യമായിപ്പോ അല്ലെ. ചോദിക്കൊണ്ട് തെറ്റൊന്നുമില്ല, മിസ്റ്റേക്സ് ഒന്നും അവിടെ വരുന്നില്ല. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഡു യു പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിക്കാം. ഓക്കെ, നീ ക്രിക്കറ്റ് കളിക്കുകയാണോ? ഡു യു പ്ലേ ക്രിക്കറ്റ്? അത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്താണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ? എന്താണ്? നീ ക്രിക്കറ്റ് കളിക്കുകയല്ലേ എന്ന് ചോദിക്കണം. എങ്ങനെയാ ചോദിക്കുക? നെഗറ്റീവ് വരണം. Don't you play cricket? Yeah, don't you play cricket? Don't you play cricket? നീ ക്രിക്കറ്റ് കളിക്കുകയല്ലേ? Don't you play cricket? ചോദിക്കാം. അപ്പോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചെയ്തത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. എല്ലാ പ്ലൂറൽ സബ്ജക്റ്റിനെയും കൂടെ നമുക്ക് ഡു യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞ എല്ലാവരും കംപ്ലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ഹി പ്ലേസ് ക്രിക്കറ്റ്. ഏതോ ഹി പ്ലേസ് ക്രിക്കറ്റ്. നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞേ. He plays cricket. Negative. He doesn't play cricket. cricket. He doesn't plays. He doesn't play cricket. അല്ലേ മാം? He doesn't പ്ലേസ് വരുവോ? എസ് ചേർക്കണ്ടേ? എസിലെ എസ് യൂസ് ചെയ്തോണ്ട് പ്ലേസിലെ എസ് യൂസ് ചെയ്യല്ലോ. ലെസ് ഉള്ളത് കൊണ്ട് പ്ലേലെസ് വേണ്ട. ഡസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. സിംഗുലർ സബ്ജക്റ്റിൽ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്ലേസ് എന്താണ്? ഡസ് പ്ലസ് പ്ലേ ആണ് പ്ലേസ് ആയത്. ഓക്കെ, ഡസ് പ്ലസ് പ്ലേ പ്ലേസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡസ് വന്നാൽ എസിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ നെഗറ്റീവ് ആയിട്ട് ഹി ഡസന്റ് പ്ലേ ക്രിക്കറ്റ് എന്ന് പറയാം. ഹി ഡസന്റ് പ്ലേ ക്രിക്കറ്റ്. He doesn't play cricket. Okay, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡുവും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ്സും. ഓക്കെ, ഹി ഡസന്റ് പ്ലേ ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് കളിക്കുന്നില്ല എന്നാ പറയുന്നത്. ഓക്കെ, അവന് ക്രിക്കറ്റ് കളിക്കുന്നില്ല. ഇനി എന്താ വേണ്ടേ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്സിലറി അല്ലെങ്കിൽ മൊഡൈൽ വെർബ് ഫസ്റ്റ് വരണം. Does he play cricket? Yeah, does
he play cricket എന്ന് ചോദിക്കാം. Does he play cricket? Does he play cricket? അവൻ ക്രിക്കറ്റ് കളിക്കുകയാണോ? Does he play cricket? ഇത് നെഗറ്റീവ്. അവൻ ക്രിക്കറ്റ് കളിക്കുകയല്ലേ? Doesn't he play cricket? Doesn't he play cricket? Doesn't he play cricket? എന്ന് ചോദിക്കാം. ഷാനിബ ഒന്ന് മ്യൂട്ട് ചെയ്യൂട്ടോ, ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ he plays cricket. He doesn't play cricket. Does he play cricket? Doesn't he play cricket? മനസ്സിലായോ? ഈ 4 വേർഷൻ മനസ്സിലായോ നിങ്ങക്ക്? ക്ലിയർ ആണ്? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ക്ലിയർ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നവരൊന്ന് പേര് ടെക്സ്റ്റ് ചെയ്തേ നോക്കട്ടെ. ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ആരുമില്ല, ആരുമില്ലെന്നാണോ? ആരുമില്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നവര് നെക്സ്റ്റ് ട്രൈ ചെയ്യാമോ? ഓഹോ, അത്ര വലിയ ചോദ്യമൊന്നും ഇല്ല, സിമ്പിൾ ആണ്. പഠിച്ചത് മാത്രം പറയുന്നത്. ഓക്കെ, ഇത്രയും പേരുള്ളൂ. ക്ലാസ്സിൽ എത്രയോ സ്റ്റുഡൻസ് ഉണ്ടെന്ന് നോക്കി. കുറച്ച് പേര് മാത്രം ടെക്സ്റ്റ് ചെയ്യുന്നു. എന്തിനാ പേടിക്കുന്നേ? ആരെയും പേടിക്കുന്നേ? നിങ്ങൾ പഠിച്ചതിനെ ബേസ് ചെയ്ത് മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂ കേട്ടോ, അല്ലാതെ ഒന്നും ഞാൻ ചോദിക്കില്ല. So don't worry. ഇല്ല, ആരുമില്ലല്ലോ, അത് എല്ലാവരോടും ചോദിക്കും. ഓക്കെ, ഇനി ഓരോരുത്തർക്ക് ലെഫ്റ്റ് ചെയ്തോ കേട്ടോ, സന്തോഷാവട്ടെ. ഓക്കെ, സുബി, പ്രസീത, അനുപ്രിയ, ലബ്ന, നിങ്ങൾ റെസ്റ്റ് എടുക്കോ, നിങ്ങളിപ്പോ ചോദിക്കുന്നില്ല. ഓക്കെ, ആരൊക്കെയാണ്? ഞാൻ പേര് വിളിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ മിണ്ടാതിരിക്കരുത്, കേട്ടല്ലോ? പോവാണ്, ഓരോരുത്തരും പോ, കേട്ടല്ലോ? ഞാൻ പേര് വിളിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ആരായിരിക്കും? ഞാൻ ആരെ വിളിക്കണം? പോകുന്നു. ഇത്ര പെട്ടെന്ന് അതിന്റെ സ്ട്രെങ്ത് പറയുന്നത്? കുറച്ചേരം വെയിറ്റ് ചെയ്താലോ, നമുക്ക് ആരൊക്കെ പോവാൻ നോക്കാം. എന്താണ് നോക്കിയത്? ചോദ്യം ചോദിക്കുന്നു പറഞ്ഞപ്പോഴേക്കും എല്ലാവരും പേടിച്ചു പോകുന്നു. ഇതൊരു കഷ്ടാ നോക്കിയേ. അതെന്താ മാം അറിയോ? ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് എല്ലാവർക്കും പേടി. എന്തിനാ? ഞാൻ മലയാളത്തിൽ ചോദിക്കുള്ളൂ, നിങ്ങൾ മലയാളത്തിൽ ആൻസർ പറയുന്നത്, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഞങ്ങളുടെ ശരിയാവുന്നില്ല, എന്നാലും ട്രൈ ചെയ്യാന്നുള്ളൂ, അതുകൊണ്ടാണ് പേര് കൊടുത്തത്. കുഴപ്പമില്ല, സിമ്പിൾ ആണെന്നേ. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴൊക്കെ ആൾക്കാർ എല്ലാവരും പേടിക്കാം. ഓക്കെ, ഫസ്റ്റ് രേവതി. മിണ്ടില്ല. രേവതി ക്ലാസ്സിലുണ്ടോ? രേവതി PR. ഇനി മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നസ്രിയ. ഓക്കെ നസ്രിയ. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് മിസ്സേ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ആൻസർ ചെയ്യാം. ഇന്ന് ഇപ്പോ ഞാൻ എടുത്തത് മനസ്സിലായോ? ഇപ്പോ നമ്മൾ ഇതിന് മുന്നത്തെ പോർഷൻ കംപ്ലീറ്റ് ചെയ്താണല്ലോ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ശരി. ഐ ലൈക്ക് ഐസ്ക്രീം. ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുന്ന സെന്റൻസിന്റെ ബാക്കിയുള്ള 3 വേർഷൻ പറയും. നെഗറ്റീവ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, I don't
ലൈക്ക് ഐസ്ക്രീം പറയില്ലേ? പറഞ്ഞോളൂ എല്ലാം പറയും. ഡു യു പോസിറ്റീവ് ലൈക്ക് ഐസ്ക്രീം? പിന്നെ ഡു നോട്ട് ലൈക്ക് ഐസ്ക്രീം വരുമോ? ഒന്നുകൂടെ കേട്ടില്ല. ഈ ലാസ്റ്റത്തെ ആണ് വരിക. ഡു നോട്ട് അല്ലേ വരിക ഫസ്റ്റ്? ഡു ഐയുടെ അവിടെ ഡു ചേർക്കാൻ പറ്റുമല്ലോ. ഐ ലൈക്ക് ഐസ്ക്രീം. അതിന് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം ചോദിക്കൂലേ? ഓക്കെ, ഇനി പോസിറ്റീവ് ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഡു യു ലൈക്ക് ഐസ്ക്രീം? ഓക്കെ, നെഗറ്റീവ്. ഡു നോട്ട് ലൈക്ക് ഐസ്ക്രീം. അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. ഡോണ്ട് യു ലൈക്ക് ദിസ്. ഓക്കെ ശരി. അറിയാട്ടോ, നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് അൻസില. അൻസില. ഏത് അൻസില? രണ്ടെണ്ണം ഉണ്ട്. ആ ഓക്കെ, വിളിക്കട്ടെ അൻസില മതി. ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്തല്ലോ. പറയും. രണ്ട് അൻസില ഇല്ലല്ലോ, ഒരാളേ ഉള്ളൂ കേട്ടോ. അൻസില വേറെയുണ്ട്, അൻഷില വേറെയുണ്ട്. അൻഷില. ഓ, ഞാൻ വിളിച്ചത് അൻസിലിനെയാണ്. കുഴപ്പമില്ല, അൻഷിലെ വിളിക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ അൻഷില. പറഞ്ഞു. അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ദേ സ്പീക്ക് ഇംഗ്ലീഷ്. അവര് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ദേ സ്പീക്ക് ഇംഗ്ലീഷ് ആണോ? അതെ, ഇനി അതിന്റെ 3 വേർഷൻ പറയും. അതിന്റെ 3 വേർഷൻ. ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് ആണോ? പിന്നെ ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ് ആണോ? പിന്നെ ഡോണ്ട് ദേ സ്പീക്ക് ഇംഗ്ലീഷ് ആണോ? ഈ ആണോ എന്ന് ചോദിക്കുന്നത് അല്ല, കറക്റ്റ് ആണെങ്കിലല്ലേ പിന്നെ പറയണ്ടുള്ളൂ. ആണ്. അങ്ങനെ ആണോ ചോദിക്കാൻ കേട്ടോ. തെറ്റാണെങ്കിൽ ആ തെറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് വേണം. ഓക്കെ. വേറൊരു അൻസില ഉണ്ടല്ലോ. അൻസില എന്താ ക്ലാസ്സില്? ഓക്കെ, ദീപ സുരേഷ്. വിൻസി. ഓക്കെ വിൻസി. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ട്രാൻസ്ലേറ്റ് ചെയ്യാ. അതിന് ശേഷം എന്റെ 3 വേർഷൻ പറയാം. Every day my father go to gym. ഓക്കെ, ഈ എവരിഡേ എടുത്ത് ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. My father go to gym every day. ഗോ ടു ആണോ? കറക്റ്റ് ആണോ? മൈ ഫാദർ പറയൂ. പോയോ? ഇല്ല, അവിടെ ഉണ്ട്. മൈ ഫാദർ Maintenance. വെന്തല്ല, ഗോണാണ്. പോയി, അത് പോയി. പഠിച്ചോ നിങ്ങളെല്ലാവരും? സിമ്പിൾ പ്രസന്റ് എല്ലാവരും നോക്കിയായിരുന്നോ? ടെൻസ് ഇതിനകത്ത് വരുന്ന നമുക്ക് ഡസ് യുവർ ഫാദർ ഗോസ് ജിം ഡെയിലി ആണോ വരുന്നത്, അതോ എവറി ഡേ ആണോ?
ഇവിടെ ട്രാൻസ്ലേഷൻ പോലും മര്യാദക്ക് പറഞ്ഞിട്ടില്ല, അപ്പോഴാണ് നെഗറ്റീവ്സ് കിട്ടുന്നത്. Okay. ബെൻസി ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ഓക്കെ രേവതി, ഞാനിപ്പോഴാണ് മെസ്സേജ് കാണുന്നേ. ഓക്കെ ബെൻസി, Yes, ma'am. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞേ. Subject plus V1. Singular subject. ആണല്ലോ. Singular subjectന്റെ കൂടെ singular verb. Plural subjectന്റെ കൂടെ plural verb. ഓക്കെ, എന്നിട്ട് നീ ട്രാൻസ്ലേറ്റ് ചെയ്യൂ. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. എന്റെ അച്ഛൻ പറയൂ. My father പോകുന്നു, അതാണ് വെർബ്. ഫാദർ goes to gym. റസീദാ ടെക്സ്റ്റ് ചെയ്തിട്ടോ. ഓക്കെ, ഒരാള് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോ നമ്മൾ എളുപ്പവഴി ചെയ്ത് കൊടുക്കരുത്, ടെക്സ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആരും തന്നെ ആൻസർ പറയരുത് കേട്ടോ. ബിൻസി, Yes. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല മിസ്, ഫീഡ് ചെയ്യാണ്, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. പേടിയാണ്, അത് പറയണ്ടേ. ഓക്കെ, അത് ഓക്കെ കുഴപ്പമില്ല. ആണല്ലോ, മനസ്സിലായിട്ടുണ്ടല്ലോ. ആ, ഓക്കെ, കേട്ടോ, റിലാക്സ് ചെയ്ത്. അപ്പോ മൈ ഫാദർ ഗോസ് ടു ജിം എവറി ഡേ. സിംഗുലർ സബ്ജക്റ്റ് ആണ്. മൈ ഫാദർ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ ആണ്. ഗോ എന്താകും? ഗോസ് ആകും. മൈ ഫാദർ ഗോസ് ടു ജിം. ഗോസ് ടു ദ ജിം ദാ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഡബിൾ സി ദാ ആർട്ടിക്കിൾ അവിടെ വേണം. ഓക്കെ, ഗോസ് ടു ജിം മതി. ഗോസ് ടു ജിം ആദ്യം യൂസ് ചെയ്യാട്ടോ. യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ ആർട്ടിക്കിൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് കേട്ടോ. മൈ ഫാദർ ഗോസ് ടു ജിം എവറി ഡേ. അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. ഇനി ഇതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഒന്ന് പറഞ്ഞേ. ആരാ പറയാ? സുബി പറഞ്ഞോളൂ. സുബി, Does your father goes to gym every day? പിന്നെ do your father go to gym? Do your father go to gym? ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഡസ് ചോദിക്കാം. ഡൂന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. Do your father go to gym? Does your father go to gym every day? ഡസ് ആണ് വരാം. കാരണം അവന്റെ അച്ഛനാണെങ്കിൽ പോലും നമ്മൾ അവന്റെ അച്ഛൻ സിംഗുലർ ആണ് പറയുന്നത്. എന്റെ അച്ഛൻ സിംഗുലർ ആണ് അല്ലെ? സോ അവിടെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോഴും യുവർ ഫാദർ ഗോ ടു ജിം തന്നെ വരാം. രണ്ട് ഈ സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുമോ മാം? മീൻസ് ഡസ് യുവർ ഫാദർ ഗോസ് ടു ജിം? യെസ്, എവറി ഡേ. രണ്ടാമത്തെ ഞാൻ എഴുതിയത് ഡു യുവർ ഫാദർ ഗോ ടു ജിം എവറി ഡേ. ക്ലിയർ ചെയ്യാം കേട്ടോ. അത് ഡൗട്ട് വരുന്നുണ്ട്, ക്ലിയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സുബി ഞാൻ ചോദിക്കാം. ഓക്കെ മാം. ഞങ്ങൾ പാട്ട് പാടും. ഞങ്ങൾ പാട്ട് പാടുന്നു. We sing a song. We sing song. പറഞ്ഞോളൂ, നെഗറ്റീവ്സ് ഒക്കെ പറയും. Okay. Do we sing song? Do we? Do അല്ല, can വരാൻ പറ്റത്തില്ല മാം. Can we sing song? Can വേണ്ട, അത് എബിലിറ്റിയാണ്. Okay. Do we sing song?
Do we sing a song? ഇത് ഞങ്ങൾ പറയുന്നത് നമ്മളത് ചോദിക്കാൻ നമ്മൾ നോർമലി അങ്ങനെ ചോദിക്കില്ല, ചോദ്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കില്ലല്ലോ. ഡു വി ഞങ്ങൾ പാട്ട് പാടുകയാണോ അങ്ങനെ ചോദിക്കില്ല പൊതുവെ. പക്ഷെ നമ്മള് വേറൊരാൾ ചോദിക്കുമ്പോൾ ആർ ദേ സിംഗിങ് സോങ് നമുക്ക് ഇപ്പം നമ്മൾ വേറൊരാളെ അപേക്ഷിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം മാം പാട്ട് പാടുക, അപ്പൊ എനിക്ക് ചോദിക്കാം ആർ യു സിംഗിങ് സോങ്, ഇല്ലെങ്കിൽ ആർ ദേ സിംഗിങ് സോങ് നമുക്ക് ചോദിക്കാൻ പാടും. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കണം. അതെ, അത് വി എന്താകുമ്പോ ദേ ആയിട്ട് മാറും. അങ്ങനെയാണ്. ഐ യു ആകുമ്പോ വി ദേ ആകുന്നുണ്ട്. അവർ പാട്ട് പാടുകയാണോ എന്ന് ചോദിക്കാം. ഡു ദേ സിംഗ് എ സോങ്, ഡോണ്ട് ദേ സിംഗ് എ സോങ്, അങ്ങനെ വരും. അതാണ് ഐയും വിയും. ആർ ദേ സിംഗിങ് എ സോങ് or are they singing a song നമുക്ക് പറയാൻ പറ്റുമോ? മാർത്തി പറയില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡസും ഡൂം യൂസ് ചെയ്യുന്നത്. ഡൂം ഡസും സിമ്പിൾ പ്രസന്റിലാണ് യൂസ് ചെയ്യാറുള്ള. ജസ്റ്റ് നിങ്ങൾക്കൊന്നും മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചോദിക്കുമല്ലോ പൊതുവെ നമ്മള് ചെയ്യാറുണ്ടോ, ചെയ്യുകയാണോ, ഈ ഉണ്ടോ ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുന്നത് ഈ ഡൂം ഡസും വെച്ചിട്ടാണ്. ശരിയല്ലേ? ആ ചോദ്യവും വരുന്നത് ഡൂം ഡസും ആണ്. അപ്പോ ഈ ഫസ്റ്റ് പേഴ്സൺ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ വരാം. ഇപ്പൊ മൈ ഫാദർ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ്. ഓക്കെ, എന്റെ അച്ഛൻ. അങ്ങനെ ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഫസ്റ്റ് സബ്ജക്ട് വരുമ്പോ പേഴ്സണൽ സബ്ജക്ട് അല്ലെ, പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്ന പോലെ അല്ലെ സബ്ജക്റ്റീവ് പ്രോണൗൺസ്. സോ അതൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ മിസ്റ്റേക്ക് വരുന്നത്. ഐയും ബി ആണ് മിസ്റ്റേക്സ് വരും. ഐ മൈ ഇതൊക്കെ വരുമ്പോൾ മിസ്റ്റേക്സ് വരും, കൺഫ്യൂഷൻ വരും. അതർവൈസ് ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് ഈസിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പൊതുവെ എങ്ങനെയാണ് ചെയ്യാറ്? ഹീ ഷീ ഇതൊക്കെ കൂടുതൽ യൂസ് ചെയ്യാം. ഹീ അവർ ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബിയും ഐയും ഒഴിവാക്കിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയാം. എല്ലാവരും ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല മാം, സത്യം പറഞ്ഞ കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ഉള്ള കാര്യം പറയാം, കൺഫ്യൂഷൻ ആകുന്നുണ്ട് എനിക്ക്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പൊ മാം പറഞ്ഞ നമുക്ക് ഡൂം ഡസും മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അതല്ലേ? അങ്ങനെയല്ല, അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രം. പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോൾ നമ്മൾ ഈ ആറും വേറെ വീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി പറഞ്ഞു. കയ്യിന്ന് പോയിട്ടുണ്ടോ മൊത്തത്തിൽ? എനിക്ക് തോന്നി, ഞാൻ പറയാം. സത്യം പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കോ? നമ്മള് നമ്മളിപ്പോ പഠിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണെങ്കിലും പ്രസന്റ് ടെൻസിൽ തന്നെ നമ്മൾ പല രീതിയിലും സംസാരിക്കുന്നുണ്ട്. 4 ആക്ഷൻസ് ആണ് ഉള്ളത്. അതിലൊരു ആക്ഷൻ ആണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ. ഓക്കെ, ഇപ്പോ ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഞാൻ അവിടെ പോകുന്നു. ഐ ഗോ ദെയർ. ഓക്കെ, ഐ മീറ്റ് ചെയ്യും, ഞാൻ അവിടെ കാണുന്നു. നമ്മൾ കണ്ടു എന്നാ പൊതുവെ പറയുന്നത്, കാണുന്നു നമ്മൾ പറയുന്നത്. പക്ഷെ പ്രസന്റ് നടക്കുന്ന ഒരു കാര്യം, കറന്റ്ലി നടക്കുന്ന കണ്ടിന്യൂസ് പ്രോസസ് അല്ല ഞാൻ പറയുന്നത്. പ്രസന്റ് ടെൻസിൽ ഞാനത് കാണുന്നു, ഞങ്ങൾ ചെയ്യുന്നു എന്ന് പൊതുവെ മലയാളത്തിൽ നമ്മൾ പറയാറില്ല. അതെല്ലാം നമുക്ക് ഈ ടെൻസിൽ വെച്ച് പറയാൻ പറ്റും. അത് ഒരു ടെൻസ്. അല്ലാതെ നമ്മൾ മലയാളത്തിൽ എന്ത് വേറെ പറയുമല്ലോ, ഞാൻ ചെയ്യുകയാണ്, ഞാൻ അങ്ങോട്ട് പോകുകയാണ്, ഞാൻ അവിടെ കാണുകയാണ്, ഞാൻ കളിക്കുകയാണ്. അത് വേറൊരു മലയാളം. ഓക്കെ, ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറൊന്നും. ഓക്കെ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് വേറൊരു മലയാളം. ഇങ്ങനെ 4 രീതിയിൽ നമ്മൾ പറയാനുണ്ട് പൊതുവെ. ഇതെല്ലാം എന്താണ്? പ്രസന്റ് ടെൻസ് തന്നെയാണ്. ഓക്കെ, മലയാളത്തിൽ നമുക്ക് 4 വേർഷൻ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ 4 വേർഷൻ ഉണ്ട്. അതിലൊരെണ്ണമാണ് നമ്മളിപ്പോ പഠിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയൊരു ടെൻസ് ആണ് അത്. സിമ്പിൾ തന്നെ പഠിച്ചു വരുമ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് ആണുള്ളത്. ഈ ടെൻസിൽ മാത്രമാണ് ഐ പ്ലൂറൽ ആയിട്ട് മാറുന്നത്. ബാക്കി ഏതൊരു ടെൻസ് എടുക്കുകയാണെങ്കിലും ഐ സിംഗുലർ തന്നെയാണ് ഉണ്ടാവുന്നത്. അത് ഈ ടെൻസിൽ മാത്രമാണ് ഐ പ്ലൂറൽ ആകുന്നത്. ഓക്കെ, ഐ യു വി ദേ പ്ലൂറലിൽ പെടും. ഹി ഷീ ഇറ്റ്സ് എവരിബഡി സിംഗുലറിൽ പെടും. എവരിബഡി എന്തുകൊണ്ട് സിംഗുലർ ആയെന്ന് ചോദിച്ചാൽ ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണത്. അതുകൊണ്ടാണ് അത് എവരിബഡി എന്താണ് സിംഗുലർ ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോ ഐ യു വി പ്ലൂറൽ സബ്ജക്ട്. ഈ പ്ലൂറൽ സബ്ജക്റ്റ് കൂടെ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ വെർബ് ആണ്. ഓക്കെ,
പ്ലൂറൽ വെർബ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ വെർബും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആണ്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. അപ്പോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് നമുക്ക്. ക്ലിയർ? ഐ പ്ലേ, യു പ്ലേ, വി പ്ലേ, they play. He plays, she plays, it plays, everybody plays. ഇതാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമ്മൾ സിംഗിൾ പ്രസന്റ് ടെൻസിലാണ് ഡു ഡസ് യൂസ് ചെയ്യേണ്ടത്. He does, she does, it does, everybody does. I do, we do, you do, they do. Okay? They do play cricket. Do in negative ആണ്, don't. Okay? I don't play cricket. Don't വന്നു. നെഗറ്റീവ് ചോദിക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കണം. Do you play cricket? Do you? ഫസ്റ്റ് do വരും. അതിനുശേഷം സബ്ജക്റ്റ് ആണ് വരുന്നത്. Do you play cricket? Then അല്ലേ, അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നീ അത് ചെയ്യല്ലേ, കളിക്കല്ലേ. Don't you play cricket? അത്രയും പഠിക്കും. Do, don't, do you, don't you. Okay? ഡസിലൊക്കെ വരാണെങ്കിൽ he does play cricket, he does it play cricket, does he play cricket, does it he play cricket. Okay? Does, doesn't, does he, doesn't he. ഈ 4 വർഷം മനസ്സിലായോ? ഇത്രയും മനസ്സിലാവും. ഇത് മതി. മിസ്സേ, ഈ ഡസിന്റെ കൂടെ വേറെ പറഞ്ഞില്ലേ, ഹി ഷീ പിന്നെ എന്തെങ്കിലും പറഞ്ഞു? സിംഗുലർ സബ്ജക്ട് എല്ലാം ഡസിന്റെ കൂടെ യൂസ് ചെയ്യും. He, she, it, everybody. 4 സബ്ജക്റ്റ് ആണ് ഡസ് ആയിട്ട് യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്ട് ഡു. ഓക്കെ? അതല്ലേ മാം, ഈ ഡസ് ഡസിന്റെ പിന്നെ 2 വേർഡ് കൂടി പറയില്ല, എന്താ? ഡസ്, ഡസിന്റെ, പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ ആണ്. ഡസ് ഹി, ഡസ് പ്ലസ് സബ്ജക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. പോസിറ്റീവ് ക്വസ്റ്റ്യൻ. ഡസ് പ്ലസ് സബ്ജക്റ്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ. ഡസന്റ് പ്ലസ് സബ്ജക്റ്റ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. Does he play cricket? Does it play cricket? Doesn't എന്താണ്? അല്ലേ, അല്ലേ എന്നൊരു ചോദ്യം. നീ അത് ചെയ്യല്ലേ? ഓക്കെ? നീ അത് ചെയ്യാണോ? അതാണെങ്കിൽ അവിടെ നമുക്ക് ഡസ്. അവനത് ചെയ്യാണോ? Does he do that? അവനത് ചെയ്യല്ലേ? Doesn't he do that? ചോദിക്കാം. ക്ലിയർ ആയോ? മനസ്സിലായോ? പിന്നെ ഡസ് വരുമ്പോ ഒരിക്കലും വെർബിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യില്ല കേട്ടോ. സബ്ജക്റ്റിൽ അല്ലെങ്കിൽ സെന്റൻസിൽ ഡസ് ഉണ്ടെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഉണ്ടാവില്ല. വെറുതെ V1 ഫോം ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് കൺഫ്യൂഷൻ ആയത് ഐയും ബി ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ വേർഷൻ ചെയ്തപ്പോഴാണ് കൺഫ്യൂഷൻ വന്നത്. അതർവൈസ് എല്ലാം ഓക്കെ ആയിരുന്നു. ഓക്കെ? പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ അവർ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്നാണ്. നമ്മുടെ മലയാളം പൊതുവെ എങ്ങനെയും പറയാറുണ്ട്. ചെയ്യുന്ന പ്രവൃത്തിയും നമ്മൾ ആ ഒരു രീതിയിൽ പറയുന്നു. ഞാൻ ക്ലാസ് കേൾക്കുന്നു അല്ലെങ്കിൽ ഞാനിപ്പോ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് എടുത്തിട്ട്. കാരണം പൊതുവെ ഞങ്ങൾ ഇവിടെ പറയുന്നത് ഞാൻ ക്ലാസ്സിലാണ്, ഞാൻ ക്ലാസ് കേൾക്കുകയാണ് എന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ പഠിപ്പിക്കുകയാണ് അങ്ങനെ പറയുന്നതാണ്. ഞങ്ങൾക്ക് ഒരു കറന്റ് സിറ്റുവേഷൻ നടക്കുന്ന ഒരു സംഭവം പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുകയാണ് എന്നാ പറയുന്നത്. ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറില്ല. എല്ലാം കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ചെറിയ ചെറിയ കൺഫ്യൂഷൻ ആണ് ഇപ്പൊ വന്നത്. പക്ഷെ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കും. ചെയ്യുന്നു എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആയിട്ട് ചുമ്മാ അങ്ങനെ പഠിച്ചു വെക്കും.
ഓക്കെ ആണോ? ഇത് വെർബിന്റെ കൂടെ ചേരുമ്പോഴാണ് ഇത്രയും വരുന്നത്. ബാക്കിയെല്ലാം ഓക്കെ ആണ്. ഓക്കെ, എന്നാ പിന്നെ നൗണിന്റെ ഒപ്പം ചേർക്കാൻ പറ്റും. ഇങ്ങനെ നൗൺ വരുമ്പോ നൗൺ എനിക്ക് തോന്നുന്നു സിമ്പിൾ പ്രസന്റ് നമ്മൾ നൗൺ അങ്ങനെ ഓക്കെ. അപ്പൊ ഓക്കെ ആണോ? ഞാൻ അടുത്ത ടെൻസ് എടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, കുറച്ചൊക്കെ സിമ്പിൾ അതാണെന്ന് തോന്നുന്നു. സിമ്പിൾ പ്രസന്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അടുത്ത ടെൻസ് എടുക്കുമ്പോൾ ക്ലിയർ ആണ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതിക്കോളൂ കേട്ടോ. ഹെഡിങ് എഴുതാം, പ്രസന്റ് കണ്ടിന്യൂസ്. സുബി ഇപ്പൊ ഏകദേശം ക്ലിയർ ആയോ? യെസ് മാം. ഷുവർ? അത് ബാക്കി പുറകാല് വരുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എടുത്തോട്ടോ, എഴുതിക്കോളാം. എഴുതാ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ബ്രാക്കറ്റിൽ എഴുതാ ചെയ്യുകയാണ്. ഞാൻ എവിടെയാണ് ചെയ്യുകയാണെന്ന് യൂസ് ചെയ്യാം. ഞാൻ പഠിക്കുകയാണ്, ഞാൻ പോകുകയാണ്, ഞാൻ സിനിമ കാണുകയാണ്, ഞാൻ എഴുതാണ്, ഞാൻ വരയ്ക്കുകയാണ്. അങ്ങനെയാ പറയുന്നത്. എല്ലാ മിക്കവരും നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? ഞാൻ പറയുന്ന പോലെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ചെയ്യാണ്, ഞാൻ പോവാണ്, ഞാൻ പഠിക്കുകയാണ്. കുറെ പേര് എങ്ങനെയാ പറയുന്നത്? ഞാൻ ചെയ്യുന്നു എന്ന് ഞാൻ പറയാം. ഞാൻ പഠിക്കുന്നു, ഞാൻ പോകുന്നു. ഓക്കെ, അപ്പോ ചെയ്യുകയാണെന്ന് ബ്രാക്കറ്റിൽ ചെയ്താ അവിടെ ഈ ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി നമ്മൾ കറന്റ് സിറ്റുവേഷനും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, കറന്റ്ലി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് കേട്ടോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഏതൊക്കെ ഓരോ പോയിന്റ്സ് ഞാൻ പറയുന്നത്, ഓരോ ടെൻസിലും ഓരോ പോയിന്റ്സ് ഞാൻ പറയുന്നത്. സോ അവിടെ മാത്രമല്ല യൂസ് ചെയ്യേണ്ടത്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അല്ലാതെ അവിടെ മാത്രം അത് യൂസ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. മിസ്റ്റേക്ക് ആണ്, ഇവിടെയും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ എഴുതിക്കോളൂ, സ്ട്രക്ചർ എഴുതിക്കോളൂ. സബ്ജക്ട് പ്ലസ് പ്രസന്റ് ഓക്സിലറി പ്ലസ് പ്രസന്റ് ഓക്സിലറീസ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, അല്ലെങ്കിൽ ആം, ഈസ്, ആർ ആണ് പ്രസന്റ് ഓക്സിലറീസ്. പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ആം, ഈസ്, ആർ. സബ്ജക്ട് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വേർബിന്റെ കൂടെ ing ഫോം. ഓക്കെ, വേർബിന്റെ കൂടെ ing ഫോം യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് പ്രോസസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സബ്ജക്ട് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വേർബ് ing. Am is used with I and is used with the he, she, it, everybody subjects, and are is used with you, be, they. Okay? I യുടെ കൂടെ am, he, she, it, everybody കൂടെ is, you, be, they യുടെ കൂടെ are. ഇവിടെ plural subject എന്നോ singular subject എന്നോ അങ്ങനെ പറയാ. Singular subject കൂടെ is ഉം plural subject കൂടെ are ഉം I യുടെ കൂടെയാണ് നമ്മൾ am യൂസ് ചെയ്യുക. പൊതുവേ ഞാൻ എപ്പോഴും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഞാൻ പോകാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത എന്താണ്, ഇപ്പോ ഞാൻ പഠിക്കുന്നു, ആം സ്റ്റഡി. നമ്മൾ എങ്ങനെയാ എഴുതാം? ആം എങ്ങനെ എഴുതാം? നിങ്ങള് ജസ്റ്റ് ആം എന്ന് മാത്രം ഇടും. ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ആം സ്റ്റഡി ഉണ്ടോ? എഴുതുന്നവരുണ്ടോ അങ്ങനെ ആരെങ്കിലും? വെറുതെ ഓക്സറി മാത്രം ആം സ്റ്റഡി അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യരുത് കേട്ടോ. ഷോർട്ട് ആയിട്ട് ചെയ്ത് I'm studying. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എഴുതിയോ? മിസ് ഒരു തവണ കൂടി പറയോ? ഐന്റെ കൂടെ ആം. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഐയുടെ കൂടെയാണ് ആം യൂസ് ചെയ്യുക. ആം എന്ന് പറയുന്നത് ഓക്സിലറി ആണ് കേട്ടോ, ഓക്സിലറീസ് ആണ് ആം. അപ്പോ ഐയുടെ കൂടെയാണ് നമ്മൾ ആം ഓക്സിലറി യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹി, ഷീ, ഇറ്റ്, എവരിബഡി
ഈ ഇത്രയും സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നത്, ഓക്സിലറി ഈസ്. ആൻഡ് യു വി ദേ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ ആറ് ഓക്സിലറി യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറീസ് ആണ്, വേറെ എങ്ങോട്ടും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പ്രസന്റ് ടെൻസിൽ മാത്രം, അത് പ്രസന്റ് കണ്ടിന്യൂസിൽ മാത്രം. ക്ലിയർ? മാം പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം അതോ പ്രസന്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാനാണ് പറഞ്ഞത്? പ്രസന്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യേണ്ട ഓക്സിലറീസ് ആണ്. പക്ഷെ നമ്മൾ കോമൺലി നമ്മൾ പറയാ പ്രസന്റ് ഓക്സിലറീസ് എന്നാണ് കേട്ടോ. ഓക്സിലറീസ് ഇവിടെയാണ് ഈ ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ ടെൻസിലും വേറെ മൊഡാൽ വേർബ് ആണ് വരുന്നത്. ഹെൽപ്പിംഗ് വേർബ് ആണ്, എല്ലാം ഹെൽപ്പിംഗ് വേർബ് തന്നെയാണ്. മൊഡാൽ വേർബ് ആണെങ്കിലും ഹെൽപ്പിംഗ് വേർബ് തന്നെയാണ് എല്ലാവരും. ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? കഴിഞ്ഞോ? ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടെൻസും കൂടിയാണ്, നമ്മള് മോസ്റ്റ്ലി കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ടെൻസും കൂടിയാണ്. ഓക്കെ, ഏറ്റവും എളുപ്പമാണ് പറയാൻ. ഞാൻ കളിക്കുകയാണ്, പറയൂ, ഞാൻ കളിക്കുകയാണ്. I'm playing. I'm playing. ഞാൻ കളിക്കുകയാണ്, ഞാൻ പഠിക്കുകയാണ്. I am studying. I'm studying or I'm learning എന്ന് പറയാം. Okay, then അവൻ അവന്റെ വീട്ടിൽ പോവാണ്. He is going to his home. He is going to his home. He is going to his home. ഇവിടെ കൂടെ is യൂസ് ചെയ്യുന്നു അല്ലെ? He is going to his home. അവിടെ verb-ന്റെ കൂടെ ing വരുന്നു. Okay, Miss first S plus am or അത് കഴിഞ്ഞിട്ട് എന്നിട്ട് എഴുതിയിരിക്കണേ ടൈപ്പിങ്ങില്. ഐയുടെ കൂടെ am യൂസ് ചെയ്യണം. He, പിന്നെ? she, യുടെ കൂടെ is യൂസ് ചെയ്യണം. യുടെ കൂടെ are യൂസ് ചെയ്യണം. അതല്ല ടൈപ്പിങ്ങില് S plus am ബാർ ഇട്ടിട്ട് പിന്നെ IKS എന്നോ അങ്ങനെ എന്ത് എഴുതിയിട്ടില്ലേ, പിന്നെ R. ഐക്യല്ല, is ആണ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. is ആണ്. am, is, are. ഓക്കെ ഓക്കെ. Okay. Then അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. They are playing cricket on ground. They are playing cricket on the ground or in the ground. Okay. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു സിനിമ കാണാൻ പോവാണ്. we are going to watch cinema. We are going to watch movie. We are going to watch a movie. Together. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ. We are going to, we all are going to watching a movie together. പറയാം. Okay. പിന്നെ ഒരു കാര്യം കേട്ടോ, നമുക്ക് എപ്പോ ഞാൻ പറഞ്ഞു ഇതൊരു പ്രസന്റ് നടക്കുന്ന കാര്യം പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെൻസ് ആണെന്ന് പറഞ്ഞു. വേറെ ഇതിൽ നമ്മളിത് യൂസ് ചെയ്യും. എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ നാളെ എന്റെ ഹസ്ബൻഡിനെ കാണാൻ ദുബായിലേക്ക് പോവാണ്. ഞാൻ നാളെ എന്റെ ഹസ്ബൻഡിനെ കാണാൻ ദുബായിലേക്ക് പോവാണ്. പറയും. Tomorrow I am going to meet my husband in Dubai. കറക്റ്റ് ആയിട്ടുണ്ടോ? I would go to Dubai. Allah. I am going to Dubai. I am going to Dubai tomorrow to meet my husband.
I am going to Dubai tomorrow. Meet my husband. ഓക്കെ, ടുമാറോ എന്താ ചെയ്യാ? ഫസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ മിഡിലാണോ അല്ലെങ്കിൽ എൻഡിങ്ങിലാണോ കുറച്ചൊരു ബെറ്റർ? അതിന് ഫസ്റ്റ് നമുക്ക് ഇതാണ് ടുമോറോ ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ഹസ്ബൻഡ് ഇൻ ദുബായ്. ഫസ്റ്റ് ഇടാം, എൻഡിങ് ഇടാം, മിഡിലിടോ? വേണമെങ്കിൽ ഇടാം. അവിടെ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഐ എം ഗോയിങ് ടു ദുബായ് ടു മീറ്റ് മൈ ഹസ്ബൻഡ്. ടുമോറോ എന്ന് പറയുന്നത് ടുമോറോ ഐ എം ഗോയിങ് ടു ദുബായ് ടു ഫോർ മീറ്റ് മൈ ഹസ്ബൻഡ് എന്ന് പറയാം. ടുമോറോ ഐ എം ഗോയിങ് ടു ദുബായ് ഫോർ മീറ്റ് മൈ ഹസ്ബൻഡ്. ടു മീറ്റ് മൈ ഹസ്ബൻഡ് എന്ന് പറയും. ടുമോറോ ഫോർ കാര്യമാണോ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? ഫ്യൂച്ചർ അല്ലേ മാം, അപ്പൊ വിൽ വരൂലേ? വില്ല് വരില്ല. ഓക്കെ, ഫ്യൂച്ചർ ആണ് പറഞ്ഞത് നമ്മള്. ഫ്യൂച്ചറിലും ഈ ടെൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വില്ല് വരില്ല കേട്ടോ. വില്ല് വരുമ്പോ നമ്മൾ പറയുന്ന രീതി വ്യത്യാസം വരും. ഞാൻ നാളെ എന്റെ ഹസ്ബൻഡിനെ കാണാൻ പോകും എന്നാണെങ്കിലാണ് നമുക്കത് കറക്റ്റ്ലി അത് ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ നാളെ ഹസ്ബൻഡിനെ കാണാൻ പോവാണ് എന്ന് പറയുന്നത് ഈ ടെൻസിലൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ? പോകുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടെൻസ് ആണ് യൂസ് ചെയ്യാം. പോകും എന്ന് പറയുന്നത് വേറെ വ്യത്യാസം. അതുകൊണ്ട് അറ്റ് പ്രസന്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ടീച്ചറെ, നമ്മളിപ്പോ മൂവി കാണാൻ പോണേന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ അവിടെ ഗോയിങ് പറയണം, പിന്നെ വാച്ചിങ് ആക്കണോ? വി ആർ ഗോയിങ് ടു വാച്ചിങ് We are going to watch a movie together. സിനിമ കാണാൻ വേണ്ടി പോകുന്നു. അവിടെ പോകുക എന്നതാണ് വെർബ്. ഓക്കെ, കാണുക എന്നാണ് നമ്മുടെ ആവശ്യമാണ്. അത് വെർബായിട്ട് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വി ആർ ഗോയിങ് ടു വാച്ച് എ മൂവി ടുഗദർ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മലയാളം സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യും. എഴുതിക്കോളൂ കേട്ടോ. അവളൊരു കോമഡി മൂവി കാണുകയാണ്. അവൾ ഒരു കോമഡി മൂവി കാണുകയാണ്. അവളാണ് കേട്ടോ, അവൾ ഒരു കോമഡി മൂവി കാണുകയാണ്. അവർ പാട്ട് കേൾക്കുകയാണ്. ഞങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. മിസ് രണ്ടാമത് പറഞ്ഞില്ലേ അവർ പാട്ട് കേൾക്കുകയാണെന്ന്? അവരാണോ അവൾ എന്നാണോ? അവരാണ്. പ്ലൂറല്. അവർ പാട്ട് കേൾക്കുകയാണ്. പിന്നെന്താ പറഞ്ഞേ? ഞങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ലണ്ടനിൽ താമസിക്കുകയാണ്. ടീച്ചർ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. എന്റെ അമ്മ ഇപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ്. ലഞ്ച് പാചകം ചെയ്യാണ്. എന്റെ അമ്മ ഇപ്പോൾ ലഞ്ച് പാചകം ചെയ്യുകയാണ്. വല്ലാത്തൊരു പറയാറായിട്ട് ലഞ്ചിന് എന്താ പറയാ? ഉച്ചയൂണെന്ന് പറയേണ്ടി വരും അല്ലെ?
മാം ഈ പറയുന്ന എല്ലാം ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കണമെന്നുണ്ട്. അയ്യോ, അപ്പൊ നമ്മൾ ബുക്കിൽ എഴുതി. ബുക്കിൽ എഴുതിയേക്കും. പക്ഷികൾ രാവിലെ പാട്ട് പാടുകയാണ്. പക്ഷികൾ രാവിലെ പാട്ട് പാടുകയാണ്. അവർ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അവർ ഞങ്ങളോട് പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അവർ ഞങ്ങളോട് പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ്. പറഞ്ഞ ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ പറയാം. അവര് നമ്മളോട് കൂടെ പ്രോജക്റ്റിന് വേണ്ടി സംസാരിക്കുകയാണ്. അവർ പ്രൊജക്ടിനെ കുറിച്ച് അവർ ഞങ്ങളോട് പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അവർ ഞങ്ങളോട് പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അവൾ ഒരു മനോഹരമായ ചിത്രം വരയ്ക്കുകയാണ്. അവൾ ഒരു മനോഹരമായ ചിത്രം വരയ്ക്കുകയാണ്. ഓക്കെ, ഇത്രയും പറയും. ഇതിനിടയിൽ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട കേട്ടോ, മിസ് രണ്ടാമത് ഏതാണ് മൂന്നാമത് ഏതാണെന്ന് ചോദിക്കരുത്. ഞാൻ എന്തൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ ആലോചിച്ച് പറയുന്നതാണ്. നോട്ട് പോലും കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് എന്നോട് അങ്ങനെ ചോദിക്കരുത് കേട്ടോ, അറിയില്ലേ. കഴിഞ്ഞോ? പെട്ടെന്ന് പറഞ്ഞാലോ? ഓക്കെ, ആരൊക്കെയാണ് പറയാൻ റെഡി ആയവരെന്ന് പറഞ്ഞേ? ടെക്സ്റ്റ് ചെയ്തേ. പറയട്ടെ. പറയാം. She is watching a comedy movie. They are listening to music. We are talking loudly. Now we are staying in London. Teacher is teaching English to me. My mother is cooking lunch. Birds are singing in the morning. They are talking about the project to us. She is drawing a beautiful picture. Okay. Then Subi. She is watching comedy movie. They are listening music. We were talking loudly. And, we are living in London. Teacher is teaching English to me. And my mother is preparing lunch. Birds sing song in morning. Birds sing song in morning. They were speaking about the project with us. Ma'am, ഈ സെന്റൻസിനകത്ത് നമുക്ക് we had a discussion about the project എന്ന് പറയാൻ പറ്റത്തില്ല. We were having a discussion about the project. ഈ എന്താണ് വി വേറോ? നമ്മള് വി വേറല്ലോ, വി ആറല്ലേ? നമ്മൾ അവരാണ്, അവര് നമ്മളോടാണ് സംസാരിക്കുന്നത്. അവർ മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? യെസ് മാം. കുഴപ്പമില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാലോ, മലയാളം പഠിക്കണ്ട. അതാ പഠിക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷും മലയാളം പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? അവരാകുമ്പോ ദേ ആണ് കേട്ടോ. They were speaking about project with us. They are അല്ലേ? അവര് നമ്മളോട് പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുവാണെന്നല്ലേ? പ്രസന്റ് ആണ്, അവര് they are ആണ്. ഓക്കെ, സുബി മലയാളം പഠിക്കും, ഇംഗ്ലീഷ് അല്ല സുബിക്ക് പ്രശ്നം. എനിക്കിപ്പോ മനസ്സിലായി, മലയാളമാണ് പ്രശ്നം. ഞാൻ പണ്ട് തൊട്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞായിരുന്നല്ലോ. ഞാനും ആലോചിച്ചു എന്താണ് അവ സുബിക്ക് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ആലോചിച്ചു. ഇപ്പോഴാണ് എനിക്കത് കത്തിയത്. മലയാളം അതിങ്ങനെ എല്ലാരോടും ഹെൽപ്പ് ചോദിച്ചാൽ ആരും ഹെൽപ്പ് ചെയ്യാൻ റെഡി അല്ല. ശരിയാവട്ടോ, ഒരു ടെൻസ് എല്ലാം പഠിച്ചു കഴിയുമ്പോ മലയാളം സുബി പഠിക്കും. പരീക്ഷയ്ക്ക്. ഓക്കെ,
പ്രസന്റ് ടെൻസ് ആണെന്ന് ചിന്തിക്കൂട്ടോ, ഞാൻ പറയുന്നതെല്ലാം പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ പ്രസന്റ് ഓക്സിലറീസ് മാത്രം യൂസ് ചെയ്താൽ മതി, വേറെ ആവശ്യം അവിടെ വരുന്നില്ല കേട്ടോ. അപ്പൊ ആറാണേ, ആർ ഡി ആർ എന്നൊക്കെയാണ് വരാം. ഓക്കെ, അപ്പൊ മലയാളം എന്ന് പറഞ്ഞു ഞാൻ ആൻസർ പറയാം, ടൈമില്ല കേട്ടോ. ഫസ്റ്റ് ഏതായിരുന്നു? അവൾ കോമഡി മൂവി കാണുകയാണ്. ഷീ ഈസ് വാച്ചിങ് എ കോമഡി മൂവി. ഷീ ഈസ് വാച്ചിങ് എ കോമഡി മൂവി. then ഏതായിരുന്നു? അവർ പാട്ട് കേൾക്കുകയാണ്. അവർ പാട്ട് കേൾക്കുകയാണ്. They are listening music. They are listening music. Then നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുകയാണ്. അവരാണോ? ഞങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അതല്ല, We are speaking too loud. അല്ലെങ്കിൽ we are talking loudly എന്നൊക്കെ പറയും. Then ഞങ്ങൾ ഇപ്പോൾ ലണ്ടനിൽ താമസിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ലണ്ടനിൽ താമസിക്കുകയാണ്. We are living in London right now. We are living in London right now. ടീച്ചർ ഇംഗ്ലീഷ് പറയൂ. മാം നൗ ആദ്യം ഇട്ടാല് പ്രശ്നം ഉണ്ടാവും മാം. നൗ വി ആർ Now we are living in London എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. Okay, just wait. ടീച്ചർ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ടീച്ചർ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് ടു മീ. ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് ടു മീ. ഓക്കെ, then next one. പാചകം ചെയ്യുകയാണ്. എന്റെ അമ്മ പാചകം. ഓക്കെ, അല്ല, my mother is ലഞ്ച് right now. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞെങ്കിൽ right now. Now ഇല്ല, ലഞ്ച് mother is preparing lunch. രാവിലെ എന്ന് പറഞ്ഞു ഞാൻ, അല്ലേ? പറഞ്ഞില്ലേ? ലഞ്ചാണ് ഇപ്പോൾ എന്നാ പറഞ്ഞത്. ഇപ്പോൾ എന്നാ പറഞ്ഞ. ഓക്കെ, my mother, my mom is cooking lunch right now എന്ന് പറയും. Now my mother is cooking lunch എന്ന് പറയും. Now നമുക്ക് ആദ്യവും അവസാനം ഇടാട്ടോ, കുഴപ്പമില്ല. കുക്കിങ്ങിന്റെ സ്ഥലത്ത് പ്രിപ്പയറിംഗും എഴുതല്ലോ. പ്രിപ്പയറിംഗും പറ്റും, കുഴപ്പമില്ല. പക്ഷെ കുക്കിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പാചകം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ല സബി, എന്തായാലും. Then പക്ഷികൾ രാവിലെ പാട്ട് പാടുകയാണ്. the birds are singing in the morning. The birds are singing in the morning. Okay, കഴിഞ്ഞോ? അല്ലല്ലോ, അവർ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ്, അതല്ലേ? Yeah, they are speaking or they are talking about the project to us. Okay, they are talking, they are speaking about the project to us. With us. Okay, next ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. കൺഫ്യൂഷൻ ആയോ? സുഖിക്ക് കൺഫ്യൂഷൻ ഉണ്ട്? ഇല്ല, ഇപ്പൊ all clear ആയി. ക്ലിയർ ആയോ? അതെ, അവർ പാട്ട് കേൾക്കുകയാണെന്നുള്ള ദേ ആർ ലിസണിങ് സോങ് എന്നുള്ളത് ലിസണിങ് ഹിയറിംഗ് അങ്ങനെ വരില്ല. പറയാം, ഹിയറിംഗ് പറയാം. നമ്മുടെ നമുക്ക് ഒരുപാട് സിനോണിംസ് ഉണ്ട്. ഒരു വേർഡിന് പകരം ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് അത് വിഷയമല്ല. പക്ഷെ ഏറ്റവും ബെറ്റർ വേർഷൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം എപ്പോഴും. നമുക്കൊരു സെന്റൻസ് കേൾക്കുമ്പോൾ കുറച്ചൊരു ബെറ്റർ ആണ്, കൊള്ളാലോ തോന്നണം. അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ചൊരു അഡ്വാൻസ് ലെവൽ ഒക്കെ അവിടെ എടുക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. ഓക്കെ, അപ്പൊ അത്രയ്ക്കാണുള്ളത്. ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ ട്യൂസ്ഡേ, അതിൽ നിന്നാണ്. ട്യൂസ്ഡേ അല്ല, മൺഡേ ആണ്. മൺഡേ ഞാനല്ലേ? ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ട്യൂസ്ഡേ നിങ്ങൾക്ക് ജിഷ മിസ്സിന്റെ ക്ലാസ് അല്ല കേട്ടോ, മെട്രോസ് മിസ്സിന്റെ ക്ലാസ് ആണ്. സോ സെമിനാറിന് പ്രിപ്പയർ ആയിരിക്കാൻ
മിസ് എന്നോട് പറഞ്ഞു, അത് നിങ്ങളോട് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് പ്രിപ്പയർ ആയിരിക്കുക എല്ലാവരും. നല്ല രീതിയിൽ സെമിനാർ ഒക്കെ എടുത്ത് കൊടുക്കും. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. സൈനിലോട്ട് പറയൂ, സൈനിലോട്ട് പറയൂ. സൈൻ ഔട്ട് പറയട്ടെ മാം. വേഗം പറഞ്ഞു, ഞാൻ വേഗം പോകും. ഇന്നത്തെ ക്ലാസ് എടുത്ത മാമിന് വളരെ നന്ദി. താങ്ക് യു. അതെ, ഇത്രയും കൺഫ്യൂഷൻ ചെയ്താലേ, കൺഫ്യൂസിങ് ആക്കിയ മാമിന് വളരെ നന്ദി എന്ന് പറയാം. ഓ, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഓക്കെ, നമ്മൾക്ക് വേണ്ടിയല്ലേ. കുറച്ച് കൺഫ്യൂസിങ് കാണാം അല്ലെ, എന്നാലേ നമുക്ക് പഠിക്കും. നമ്മൾ R&D ചെയ്യത്തുള്ളൂ. പോയിട്ട് നമ്മൾ ഇച്ചിരി കൺഫ്യൂസ് ആയാലേ നമ്മൾ കുറച്ചും കൂടെ R&D ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യത്തുള്ളൂ. അതെ അതെ, അങ്ങനെ റിസർച്ച് ചെയ്യാൻ ഒരു മനസ്സും കൂടെ വേണം. എല്ലാവർക്കും ഉണ്ടോ? യെസ് മാം. യെസ്, പഠിക്കൂ കേട്ടോ, എല്ലാവരും പഠിക്കുക. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ചോദിക്കാതെ പോകരുത്, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ടെക്സ്റ്റ്. ഇത് പഠിച്ചാൽ മാത്രമേ ഈ അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സുബി എന്തിനും പറയാനുണ്ടോ? ഇല്ല മാം. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കൂ കേട്ടോ എല്ലാവരും. Okay, so thank you all. See you in the next class. Okay, bye. Thank you.